നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യാഗി ചുഴലിക്കാറ്റെത്തി. ഏഷ്യയിൽ ഈ വർഷം ഇതുവരെ ഉണ്ടായതിൽ വച്ച് ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് യാഗി. ചൈനയിലെ ഹൈനാൻ ദ്വീപിൽ യാഗി ചുഴലിക്കാറ്റ് കരതൊട്ടിരിക്കുകയാണ്. തെക്കൻ ചൈനീസ് തീരപ്രദേശങ്ങളും ഹോങ്കോങ്ങിലും മക്കാവുവിലും കനത്ത മഴ പെയ്യുകയാണ്. ശക്തമായ കാറ്റുമുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കൊടുങ്കാറ്റ് ഹൈനാൻ ദ്വീപിന്റെ വടക്കേ അറ്റത്ത് എത്തിയത്. ചൈനയെ ഇത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 245 കിലോമീറ്റർ എത്തിയിരിക്കുകയാണ്. ഇതോടെ 2024 ഏറ്റവും വലിയ രണ്ടാമത്തെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായി യാഗി മാറിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലമായ ഹോങ്കോങ് മക്കാവു സുഹായ് പാലം ഉൾപ്പെടെ പ്രദേശത്തുടനീളമുള്ള ഗതാഗത സംവിധാനങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും അടച്ചു. സ്കൂളുകൾ അടച്ചിട്ടു. വിമാനങ്ങൾ റദ്ദാക്കി. ചുഴലിക്കാറ്റിൽ വടക്കൻ ഫിലിപ്പീൻസിൽ 16 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. 5,74,500 പേരെയാണ് ചുഴലിക്കാറ്റിനെ തുടർന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. 8,30,000 വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. യാഗി ചുഴലിക്കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 234 കിലോമീറ്ററാണ്. 2024 ഇതുവരെ ലോകത്തുണ്ടായ ചുഴലിക്കാറ്റുകളിൽ ഏറ്റവും ശക്തിയേറിയ രണ്ടാമത്തെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് യാഗി. കാറ്റഗറി 5 ഉൾപ്പെട്ട അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റാണിത്. 2014 46 പേരുടെ മരണത്തിനിടയാക്കിയ റമ്മാസൻ ചുഴലിക്കാറ്റിന് ശേഷം ഹൈനാനിൽ ഏറ്റവും അധികം നാശനഷ്ടമുണ്ടാക്കിയത് യാഗി ചുഴലിക്കാറ്റാണ്. യാഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് ദക്ഷിണ ചൈനയിൽ സ്കൂളുകൾ അടച്ചിട്ടു. വിമാന സർവീസുകൾ റദ്ദാക്കി. മാത്രമല്ല, ഈ കാറ്റ് ഈയിടയ്ക്ക് ഫിലിപ്പീൻസിന്റെ വടക്കൻ ഭാഗങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള നാശം വിതച്ചിരുന്നു. ശേഷമാണ് യാഗി ചൈനീസ് ദ്വീപായ ഹൈനാനിലേക്ക് നീങ്ങിയത്. വിനോദസഞ്ചാരികൾ അധികമായി എത്തുന്ന ഹൈനാൻ ദ്വീപിൽ 1 കോടിക്കടുത്താണ് ജനസംഖ്യ. ഹൈനാനിൽ യാഗി കരത്തൊട്ടത്തിന് പിന്നാലെ മക്കാവുവിലും ഹോങ്കോങ്ങിലും ചൈനയുടെ തീരപ്രദേശങ്ങളിൽ കനത്ത മഴയും കാറ്റും പെയ്യുന്നുണ്ട്. ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അടച്ചിട്ടു. ശനിയാഴ്ചയോടെ ഹൈനാൻ ചുഴലിക്കാറ്റ് വിയറ്റ്നാം തീരം തൊടുമെന്നാണ് നിഗമനം. വിയറ്റ്നാമിൽ എത്തുമ്പോൾ മണിക്കൂറിൽ 130 മൈൽ തീവ്രതയിലാവും ചുഴലിക്കാറ്റിന്റെ വേഗം. ഇത്രയും ശക്തിയേറിയ ചുഴലിക്കാറ്റ് വിയറ്റ്നാം ഇതുവരെ നേരിട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകളും വിവരങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇന്ത്യയിലേക്ക് വരാം. മധ്യബംഗാൾ ഉൾക്കടലിനും വടക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്ക് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം സെപ്റ്റംബർ 9 വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ, പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ, ബംഗ്ലാദേശ് തീരത്തിന് സമീപം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. തുടർന്നുള്ള 3-4 ദിവസങ്ങളിൽ പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യത. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായി നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ 10 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.